ഹലോ, കൽപ്പാത്തിയിൽ മൂന്നാം തീയതി ആഘോഷിക്കുകയാണ്. അതായത് ദേവരഥ സംഗമം. വരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനായിട്ട് എല്ലാ ലോക്കൽ ബസ്സുകളിലും കൽപ്പാത്തി എന്ന പേര് എഴുതിയിട്ടുണ്ട്. തേര് കാണാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്കൊന്ന് ബൂസ്റ്റ് ആവണം. അതിനായിട്ട് ഞങ്ങൾ ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നിറയെ നട്ട്സും ഐസ്ക്രീമൊക്കെ മിക്സിൽ നിന്ന് ആദ്യം എനിക്ക് ചെറി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണം. എങ്കിലേ നമുക്ക് അത്ര ദൂരം നടക്കാനും തിരക്കെല്ലാം കൊള്ളാനുള്ളൊരു ശക്തി ഉണ്ടാവുള്ളൂ. ഈ ടൗണിലുള്ള ഹോട്ടൽസും ബേക്കറികളെല്ലാം നല്ല ഫുള്ളാണ് കേട്ടോ. നിറയെ ആൾക്കാരുണ്ട്. പിന്നെ ഏട്ടൻ കഴിച്ചത് പൊറോട്ട ആയിരുന്നു കേട്ടോ. പിന്നെ കഴിക്കുമ്പോൾ ഒരു പീസ് എനിക്ക് മസ്റ്റാണ്. പിന്നെ ഒരു ചോക്ലേറ്റും വാങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു. ഈ ഹൈവേ കൂടെ നടക്കാനൊരു കാരണമുണ്ട്. നമുക്കിവിടെ കാർ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നു വരാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വഴിയിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ വഴിയൊരു കച്ചവടങ്ങളും നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അമ്പലത്തെത്തി. അമ്പലത്തും വളരെയധികം തിരക്കുണ്ടായിരുന്നു. നമുക്ക് രഥം കാണണം എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് രഥത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. രഥം കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അടുത്തേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം തിരക്കുണ്ടായിരുന്നു. ഈ പൂവ് വളരെ അട്രാക്റ്റീവാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. വെള്ളത്തിൽ ഇറക്കി വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ 1 വർഷം വരെ കേടാവാതെ ഇരിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് രഥത്തിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ശ്രമത്തിലായിരുന്നു. ജനസമുദ്രം എന്നൊക്കെ പറയുന്നത് പോലെ നല്ല തിരക്കായിരുന്നു കേട്ടോ. തേരടുത്താണെങ്കിലും അടുത്തേക്ക് എത്താൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു. ഈ തിരക്കിനിടയിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ മിസ്സായാൽ അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും തേരിൻ്റെ ആവേശമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കുഞ്ഞു വാവകൾ മുതൽ നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഓരോരോ ലക്ഷ്യം മാത്രം. ഇവിടെ ഫ്രീ ആയിട്ട് ഒരു ചേട്ടൻ ബലൂൺ കൊടുക്കുന്നുണ്ട്. അവിടെ നല്ല തിരക്കുണ്ട്. എല്ലാ കുട്ടികളും ഈ ബലൂൺസ് എല്ലാം വാങ്ങുന്നുണ്ട്. കുട്ടിത്തം മാറാത്ത പല ആൾക്കാരും വാങ്ങി സൂക്ഷിക്കുന്നുണ്ട്. ഈ ബലൂൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയാണ്. പക്ഷേ ഈ ബലൂൺ കൊണ്ടൊരു ഉപകാരമുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇങ്ങനെ നിന്ന് ബോറടിക്കുന്നവർക്കായിട്ട് സൈഡ് വ്യൂസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടില്ലേ, 199 രൂപയുടെ വാച്ചുകളാണ്. എത്രത്തോളം കളക്ഷൻസാണ്. ക്വാളിറ്റി വൈസ് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു വെറൈറ്റിയാണ്. ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. അതുപോലെ തന്നെ നടന്നും തിരക്കുകൊണ്ട് ക്ഷീണിക്കുന്നവർക്ക് ഒരു സ്നാക്സ് കൗണ്ടർ ഉണ്ട് ഇവിടെ. അങ്ങനെ നടന്ന് ഞങ്ങൾ രഥത്തിൻ്റെ അടുത്ത് എത്താനായിട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ആനയെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിലെത്തി വീഡിയോ നോക്കുമ്പോഴാണ് ആന മുമ്പിലുള്ളത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞത്. തേരുകളെല്ലാം വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കാണാൻ വളരെ രസമുള്ളൊരു കാഴ്ചയാണിത്. ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ ചാറ്റൽ മഴയും കൊണ്ട് തേര് കാണുന്നത് ഒരു വലിയ സന്തോഷമാണ്. ഈ സീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ തേരിൻ്റെ അടുത്ത് എത്തിയിട്ടോ. വളരെ രസമുള്ള ഒരു കാഴ്ചയാണിത്. നിറയെ കുട്ടികൾ തേരിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. മിക്കവാറും പേരുടെ കയ്യിൽ മൊബൈലുണ്ട്. അവരെല്ലാം തന്നെ വീഡിയോസ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. പല ആംഗിളിൽ നിന്നും പല പോസിലും വീഡിയോ എടുക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്താണ് കേട്ടോ. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് ആ പിന്നിൽ കാണുന്ന 2 ബ്ലാക്ക് ബോയ്സ് എൻ്റെ പുറകിലുണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് തല താത്തുന്നുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല.
തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കൂട്ടം തെറ്റിയിരുന്നു കേട്ടോ. പക്ഷേ ഞാനിവർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ സോനു ഇട്ടിരിക്കുന്ന ഷർട്ട് ബ്രൈറ്റ് കളറാണ്. യെല്ലോ കളർ ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ബലൂൺ ഞാൻ പൊക്കി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കളർ നോക്കിയിട്ട് കണ്ടുപിടിക്കായിരുന്നു. ഇത് വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി. ഇടയ്ക്ക് തിരക്കിൽ കാണാതെ പോയവരെ കണ്ടെത്താനുള്ള അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, പേഴ്സ്, സ്വർണം മുതലായവയെല്ലാം സൂക്ഷിക്കണമെന്ന് അനൗൺസ്മെൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ കുണ്ടമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് തിരക്കെന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് പോലീസിൻ്റെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. അമ്പലത്തിന് താഴെയുള്ള വഴിയിലൂടെ ഞങ്ങൾ കൽപ്പാത്തിപ്പുഴയുടെ തീരത്തൂടെ ഞങ്ങൾ നാഷണൽ ഹൈവേയുടെ ഭാഗത്തേക്ക് പോയി. അവിടെ ചെറിയ വഴിയാണെങ്കിലും നിറയെ ആൾക്കാരുണ്ട്. കുറേ പേർ പുഴയുടെ തീരത്തേക്കൊക്കെ പോകുന്നത് കണ്ടു. ഞങ്ങളങ്ങനെ സ്റ്റെപ്സ് എല്ലാം കയറി ഹൈവേയിലെത്തി. ഹൈവേയിലും കച്ചവടങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. റോഡിൽ നിറയെ കാൽനട യാത്രക്കാരും വണ്ടികളുള്ളതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പാലം എല്ലാവരും ഒരു സെൽഫി സ്പോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടു. നമ്മൾ ഈ ഹൈവേ പാലത്തിൽ നിന്ന് നോക്കിയാൽ രഥത്തിൻ്റെ കൊടി മേലെ പാറുന്നത് കാണാൻ കേട്ടോ. വളരെ ചെറുതായിട്ട് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന ക്ഷീണമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ ലൈം ജ്യൂസ് കുടിച്ചു കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.